ഗുഡ് മോർണിംഗ്. അപ്പോൾ അവിടുത്തെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പണിയെല്ലാം കാണിക്കുന്നത്. നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് എപ്പോഴും ചോദിക്കാം, കർത്താവേ എനിക്കൊരു വാഹനം വേണം, ആഗ്രഹമുണ്ട്, ഏതാണ് എനിക്ക് പറ്റിയത്? നമ്മൾ ചോദിച്ചിട്ട് എൻ്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് നിൽക്കും. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് നല്ലൊരു വാഹനം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ. പക്ഷെ അതിൻ്റെ റിപ്ലൈക്കോ അതിലേക്കുള്ള ഗൈഡൻസിനോ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. അതിപ്പം വലിയ ആൾക്കാരാണെങ്കിലും ശരി, ചെറിയ ആൾക്കാരാണെങ്കിലും ശരി, എല്ലാവർക്കും അവർ പെട്ടെന്ന് അതിൻ്റെ ഫീഡ്ബാക്ക്സ് നോക്കും. അതിൻ്റെ അല്ലെങ്കിൽ എന്നാ പറയുന്നത്, വാഹനങ്ങളെക്കുറിച്ചുള്ള എന്തായാലും പറയുന്നത് മറന്നുമില്ല, ടെസ്റ്റ് റൈഡിൻ്റെ റിപ്പോർട്ട്സ് നോക്കും, അല്ല ഓടിച്ചു പോകും. അങ്ങനെ നമ്മൾ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് നമ്മുടെ ഒരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട്. എവിടെയെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവോട് ചോദിക്കും, പരിശുദ്ധാത്മാവേ ഏതാ എനിക്ക് പറ്റിയത്, അങ്ങേതാണ് എനിക്ക് വേണ്ടിയിട്ട് കരുതിയിരിക്കുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടുത്തത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വിദ്യാഭ്യാസം വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. ഏത് പഠിപ്പിക്കണം, ഏതിനാണ് നാളെ ചാൻസ്, ഏതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷനിൽ നമുക്ക് ഉയരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഏതാണ്, ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഏതാണ്? ഇതിനപ്പുറത്തോട്ട് അത് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ ഏറ്റവും വലിയ ദേവാസന്മാരായാലും ശരി, സാധാരണ വിശ്വാസികളായാലും ശരി, ആരാണെങ്കിലും ശരി, അതിനകത്തൊക്കെ ഒരേ ക്രൈറ്റീരിയ. കാരണം എല്ലാം സ്വന്തം ബുദ്ധിയിലും പിന്നെ ഗൂഗിളിലുള്ള അന്വേഷണം അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസുമായിട്ടുള്ള അവരുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നല്ല പിള്ളേർ തന്നെ കണ്ടുപിടിക്കുന്നു. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട്, കർത്താവേ അങ്ങ് എനിക്ക് തന്ന ദാനമാണ് എൻ്റെ കുഞ്ഞ്, ആ കുഞ്ഞ് എന്ത് പഠിക്കണം അങ്ങ് പറ, ഞാൻ അതിന് വിട്ടോളാം എന്നുള്ള ഒരു പൂർണ്ണമായൊരു സബ്മിഷൻ. പിന്നെങ്ങനെ കർത്താവിൻ്റെ ഹിതം ഭൂമിയിൽ നടക്കുന്നത്? ഞാൻ കർത്താവിൻ്റെ ഹിതം നടക്കണമെന്ന് പറയുകയും ചെയ്യും, ഞാൻ തന്നെ എല്ലാം തീരുമാനിക്കുകയും ചെയ്താൽ പിന്നെ കർത്താവിനോടെ റോളുള്ളത്. പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ നോക്കുന്നതെല്ലാം എന്താ? നമ്മൾ നോക്കുന്നത് നല്ല കുടുംബമാണോ, നല്ല പയ്യനാണോ, നല്ല ജോലിയാണോ, നല്ല സാലറിയാണോ, പിന്നെ വിദേശത്താണോ, വീട്ടിൽ നിന്ന് അപ്പനെ അമ്മയെ നോക്കേണ്ടി വരുമോ, പിന്നെ എന്താ അവരുടെ കുടുംബ പാരമ്പര്യം, പിന്നെ അവൻ്റെ സ്വഭാവം, മെയിൻലി പ്രൊഫഷനാണ്. അവന് അവളെ നന്നായിട്ട് നോക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ മോളെ ആണെങ്കിൽ, മോന് വേണ്ടിയിട്ടാണെങ്കിൽ അവൾ എല്ലാവരെയും സ്നേഹിക്കുന്നുള്ളതാണോ, സൗന്ദര്യമുണ്ടോ, അവന് ചേരുന്നതാണോ, അവൾ അത്യാവശ്യം പ്രാർത്ഥിക്കുന്നതാണോ? ചില ചോദിക്കും അത്യാവശ്യം പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല പറയുന്നത്. കർത്താവേ ഞങ്ങളുടെ ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് അങ്ങയുടെ ഹിതമാണെങ്കിൽ നടക്കണമേ എന്നൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ എന്ന് പറയുന്നത് ചുമ്മാ നമ്മളൊരു എന്താ പറയുന്നത്, കർത്താവിനെ നമ്മളൊന്ന് സൂചിപ്പിച്ചങ്ങ് പോകുന്നേ ഉള്ളൂ. നമ്മൾ ഈ ചില ആൾക്കാരോട് ബന്ധുക്കളോടൊക്കെ നമ്മൾ പറയില്ലേ, ഇതേ കല്യാണമൊക്കെ വരിക, നിങ്ങൾ വേണം എല്ലാം നടത്തി തരാം കേട്ടോ, ഞങ്ങളൊക്കെ ഒന്നും അറിയത്തില്ല, ഞങ്ങളൊന്നും ചെയ്യത്തില്ല, നിങ്ങളുടെ മോളാണ്, നിങ്ങൾ വേണം വന്നെല്ലാം നടത്തി തരാം. കേൾക്കുന്നവർക്കും സന്തോഷം, പിന്നെ ഞങ്ങളെല്ലാത്തിനും ഉണ്ട്, എപ്പോൾ വരണമെന്നൊക്കെ പറഞ്ഞാൽ അവസാനം കൃത്യസമയമാകുമ്പോൾ ഓഡിറ്റോറിയത്തിലോട്ട് വരും, അല്ലെങ്കിൽ ഹോളിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം സെറ്റായിരിക്കും. എന്തോ നടത്തിയത് ഒന്നും നടത്തി. ഇപ്പം രണ്ടു പേർക്ക് അറിയാം ഇതൊരു ഭംഗിവാക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവിനോട് പറയും, കർത്താവേ ഞങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുകയാണ്, കർത്താവ് വേണം മുമ്പോട്ട് നടത്താൻ. ഇതും ഒരു ഭംഗിവാക്ക് തന്നെ. അതിനപ്പുറമായിട്ട് കർത്താവെ അങ്ങയുടെ ഹിതമാണെങ്കിൽ മാത്രം മതി, പ്രൊസീഡ് ചെയ്താൽ മതി. ആദ്യം കർത്താവിനോട് ചോദിക്കും, പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചോദിക്കില്ല, കർത്താവെ ഞങ്ങളിതിൽ മുമ്പോട്ട് പോകണം, അങ്ങ് ഞങ്ങൾക്ക് തന്ന ദാനം ഞങ്ങളുടെ മക്കൾ, അവരുടെ ആ ദാനം എന്ന് പറയുമ്പോൾ വി ആർ ജസ്റ്റ് മാനേജേഴ്സ്, വി ആർ നോട്ട് ദ ഓണേഴ്സ്. പ്രത്യേകിച്ച് ഓർത്തോളം മക്കളിൽ ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ നമ്മൾ കയറി അതിൻ്റെ ഉടമസ്ഥനാകുന്ന നിൽക്കല്ലേ, ഉടമസ്ഥൻ കർത്താവ് തന്നെ. അപ്പോൾ കർത്താവിനറിയാം മക്കൾക്ക് ഏറ്റവും നല്ലതായിട്ട് ഏതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ വഴിയെ വളർത്തുക, അവരെ പഠിപ്പിക്കുക, അവരുടെ വിവാഹ സമയമാകുമ്പോൾ അവരതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന പയ്യനെ കാണിച്ചു തരണം, അല്ലെങ്കിൽ അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന
ആ ജീവിത പങ്കാളി കാണിച്ചു തരണമെന്ന് അവരും പ്രാർത്ഥിക്കണം. അല്ല, അവരുടെ ക്രൈറ്റീരിയസും സ്റ്റാൻഡേർഡ്സും ലോകത്തിൻ്റേതുപോലെ പോവുകയാണെങ്കിൽ പിന്നെ നമ്മളും ലോകവും തമ്മിൽ വ്യത്യാസം എന്താ? ഒരു വ്യത്യാസമില്ല. അപ്പം നമ്മൾ കാണുന്നത് പോലെയല്ല കർത്താവ് കാണുന്നത്. കർത്താവിന് നമുക്ക് നാളെയും അറിയാം, എങ്ങനെ തീരുമെന്നും അറിയാം. നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പവും കാണത്തില്ല, പക്ഷേ കർത്താവിന് തുടക്കം മുതലേ അവസാനം എല്ലാം അറിയാം. അപ്പോൾ കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഉത്തരവാദിത്വം കർത്താവിനാണ്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. കർത്താവ് നമ്മളോടൊരു കാര്യം പറഞ്ഞു, ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ സാറിന് പറ്റുന്ന ഒരു ക്രൈസ് വരുമ്പോൾ നമ്മളങ്ങ് പാനിക്കാവും. പിന്നെ നമ്മൾ നമ്മുടേതായ തീരുമാനങ്ങൾ എടുക്കും. അത് വരാതെ കർത്താവിൻ്റെ നമുക്കൊരു ഒരു 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 ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു, നമ്മൾ ആദ്യം കർത്താവിൻ്റെ സ്ഥലം ഒന്ന് ശാന്തനാണ്. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യും. ബി സ്റ്റിൽ, ശാന്തനായിട്ടിരുന്നു. എനിക്കൊരു ദൈവമുണ്ട്, അല്ല അങ്ങ് എൻ്റെ ദൈവമാണെന്ന് അറിയുക എന്ന് പറയാൻ ഞാൻ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യുക. നോ യു ലീഡ് മീ. ഇനി കർത്താവ് അവിടെ നിന്ന് വഴി നടത്തുക. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴല്ലോ കർത്താവ് വ്യക്തമായിട്ട് കൈ പിടിച്ച് സാഹചര്യം കൂടെ നടത്തും. പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം കർത്താവിനാണ്, നമുക്കല്ല. ഓർത്തോളം, ഈ നമ്മുടെ ജീവിതത്തിന് നിയന്ത്രണം എടുക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഞാൻ ഒരിടത്ത് വായിച്ചതാണ്. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം നോട്ട് ഇൻ കൺട്രോൾ ഓഫ് മൈ ലൈഫ്, ബട്ട് ലോർഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് മൈ ലൈഫ്. കർത്താവിന്